നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണല്ലേ? പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമ എന്ന കലാരൂപം എങ്ങനെയാണ് ഉണ്ടായതെന്ന്? വെറും നിഴലുകളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെ അത്ഭുതങ്ങൾ വരെ എത്തിയ സിനിമയുടെ ഒരു യാത്ര പോയാലോ? മനുഷ്യന്റെ ഭാവനയും ടെക്നോളജിയും ചേർന്ന് ഈ മാന്ത്രിക ലോകം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യമിതാണ്: എങ്ങനെയാണ് നിശ്ചലമായ അനങ്ങാത്ത ചിത്രങ്ങൾക്ക് ജീവൻ കിട്ടിയത്? ഈ ഒരു ചോദ്യത്തിലുള്ള ഉത്തരം തേടിയുള്ള മനുഷ്യന്റെ യാത്രയുടെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട സ്റ്റേജുകളിലൂടെ കടന്നുപോകും. ചലിക്കണം എന്നൊരു സ്വപ്നത്തിൽ തുടങ്ങി സിനിമയുടെ ഭാവി എന്തായിരിക്കും എന്നുവരെ നമ്മൾ നോക്കും. ഓരോ ഘട്ടവും സിനിമയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാമല്ലേ? ചലനത്തിന്റെ സ്വപ്നം. നിങ്ങൾക്കറിയാമോ, സിനിമ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. ചിത്രങ്ങളെ എങ്ങനെ ചലിപ്പിക്കാമെന്ന മനുഷ്യന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൽ നിന്നാണ് ഇതിൻ്റെല്ലാം തുടക്കം. പണ്ടുകാലത്ത്, ശരിക്കും പറഞ്ഞ പുരാതന കാലത്ത്, നിഴലുകൾ വെച്ച് കഥ പറയുന്ന നിഴൽ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഒരു 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ സൂട്രോപ്പ് പോലുള്ള ചില കളിപ്പാട്ടങ്ങൾ വന്നു. അതൊക്കെ കറക്കുമ്പോൾ ചിത്രങ്ങൾ ചലിക്കുന്ന പോലൊരു തോന്നലുണ്ടാക്കും. പക്ഷേ ഇതിനൊരു യഥാർത്ഥ വഴിത്തിരിവ് വന്നത് എഡ്വേർഡ് മുയ്ബ്രിഡ്ജ് എന്നൊരു ഫോട്ടോഗ്രാഫറിലൂടെയാണ്. അദ്ദേഹം ചെയ്തതെന്താണെന്നറിയോ? ഓടുന്നൊരു കുതിരയുടെ കുറേ ഫോട്ടോസ് ഒന്നിനു പുറകെ ഒന്നായി എടുത്തു. എന്നിട്ടത് വേഗത്തിൽ കാണിച്ചപ്പോൾ ആ കുതിര ശരിക്കും ഓടുന്നതുപോലെ തോന്നി. നിശ്ചലമായ ചിത്രങ്ങൾക്ക് ജീവൻ വെപ്പിക്കാവുന്ന ലോകം ശരിക്കും മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അതായിരുന്നു ശരിക്കും സിനിമയുടെ ഒരു ബേസിക് ഐഡിയ. അങ്ങനെയിരിക്കെയാണ് തോമസ് എഡിസൺ അദ്ദേഹത്തിന്റെ കൈനറ്റോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കൊണ്ടുവരുന്നത്. ഇതൊരു സംഭവം തന്നെയായിരുന്നു. ഒരു പെട്ടി, അതിലൊരു ചെറിയ ദ്വാരത്തിലൂടെ നോക്കിയാൽ ചെറിയൊരു സിനിമ കാണാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇത് ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അതായത് സിനിമ എന്ന് പറയുന്നത് അന്ന് ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ പോലെ എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് കാണുന്ന ഒരു കാഴ്ചയിൽ നിന്ന് എങ്ങനെയാണ് സിനിമ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ആസ്വദിക്കുന്നൊരു സംഭവമായി മാറിയത്? ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന കലാരൂപത്തിന്റെ ജനനത്തിലേക്ക്. ഈ വർഷം ഓർത്തുവെച്ചോളൂ, 1895 ഡിസംബർ 28. സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണത്. അന്ന് പാരീസിലെ ഒരു കഫേയിൽ വെച്ചിട്ട് ലൂമിയർ സഹോദരന്മാരെന്നു പറയുന്ന 2 പേര് ആദ്യമായിട്ട് ഒരു സിനിമ ആളുകളെ ഒരുമിച്ചിരുത്തി കാണിച്ചു. വലിയ സംഭവമൊന്നും അല്ലായിരുന്നു സ്ക്രീനിൽ. സ്റ്റേഷനിലേക്കൊരു ട്രെയിൻ വരുന്ന സാധാരണ ഒരു കാഴ്ച. പക്ഷേ അത് കണ്ട ആളുകൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ 2 വഴികൾ തെളിഞ്ഞു വന്നു. ഒന്ന്, ലൂമിയർ സഹോദരന്മാരുടെ വഴി. അവർ ചെയ്തത് നമ്മുടെ ചുറ്റുമുള്ള ജീവിതം, യാഥാർത്ഥ്യങ്ങൾ അതുപോലെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. അതുകൊണ്ടാണ് അവരെ സിനിമയുടെ പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. പക്ഷെ അതേസമയം ജോർജ് മെലീസ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു. ഒരു മാന്ത്രികനായിരുന്നു അദ്ദേഹം. അദ്ദേഹം സിനിമയെ ഭാവനയുടെയും അത്ഭുതങ്ങളുടെയും ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് അദ്ദേഹത്തെ സിനിമയുടെ മാന്ത്രികൻ എന്നും വിളിക്കാറുണ്ട്. മെലീസിന്റെ ഏറ്റവും ഫേമസ് ആയ സിനിമയാണ് എ ട്രിപ്പ് ടു ദ മൂൺ. 1902 അത് വന്നത്. അതൊരു സാധാരണ കാഴ്ചയായിരുന്നില്ല. മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നൊരു കഥയായിരുന്നു അത്. വെറുതെ കാഴ്ചകൾ പകർത്തുന്നതിനപ്പുറത്തേക്ക് അവിശ്വസനീയമായ കഥകൾ പറയാൻ സിനിമയ്ക്ക് കഴിയുമെന്ന് ലോകത്തിന് ആദ്യമായി കാണിച്ചു കൊടുത്തത് ഒരുപക്ഷെ മെലീസായിരിക്കും. നമ്മളിന്ന് സിനിമയിൽ കാണുന്ന സ്പെഷ്യൽ എഫക്ട്സ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു തുടക്കക്കാരൻ അദ്ദേഹമായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ സിനിമ ഒരു തരംഗമായി പടർന്നു. അധികം വൈകാതെ തന്നെ അത് നമ്മുടെ ഇന്ത്യയിലുമെത്തി. 1913 ദാദാസാഹേബ് ഫാൽക്കെ രാജാ ഹരിശ്ചന്ദ്ര എന്ന സിനിമ എടുത്തു. അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ. അതുപോലെ നമ്മുടെ മലയാളത്തിലും സിനിമ വന്നു. 1928 ജെ.സി. ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരനായിരുന്നു ആദ്യത്തെ മലയാള സിനിമ. ഇതുവരെ നമ്മൾ കണ്ടത് ചലിക്കുന്ന ചിത്രങ്ങളുടെ കഥയാണ്. പക്ഷേ ആ സിനിമകൾക്കൊന്നും ശബ്ദമുണ്ടായിരുന്നില്ല, നിറങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വലിയ മാറ്റം വരുന്നത് അവിടെയാണ്. സിനിമയ്ക്ക് ശബ്ദവും നിറവും കിട്ടിയ കഥ. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന അനുഭവം പൂർണ്ണമാക്കിയ 2 വലിയ വിപ്ലവങ്ങൾ. നിങ്ങൾ ചാർലി ചാപ്ലിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? സംഭാഷണങ്ങളൊന്നുമില്ല. മുഖഭാവങ്ങളും ചലനങ്ങളും കൊണ്ടാണ് അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചതും കരയിപ്പിച്ചതും. അതായിരുന്നു നിശബ്ദ സിനിമയുടെ ലോകം. എന്നാൽ ടോക്കികൾ, അതായത് സംസാരിക്കുന്ന സിനിമകൾ വന്നതോടെ കളിയാകെ മാറി. സിനിമയ്ക്ക് ശബ്ദം കിട്ടി, സംഭാഷണങ്ങൾ വന്നു. അതോടെ നടന്മാരുടെ അഭിനയ രീതിയും കഥ പറയുന്ന രീതിയും എല്ലാം മാറിമറിഞ്ഞു. ഈ മാറ്റത്തിന് തുടക്കം കുറിച്ച സിനിമയാണ് 1927 വന്ന ദ ജാസ് സിംഗർ. സംഭാഷണങ്ങളൊക്കെയുള്ള ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം അതായിരുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. ആ സിനിമയോടെ നിശബ്ദ സിനിമയുടെ കാലം പതിയെ അവസാനിക്കാൻ തുടങ്ങി. ശബ്ദം വന്നു, ഇനി അടുത്തതെന്താ? നിറം. അതുവരെ നമ്മളെല്ലാം കണ്ടിരുന്നത് കറുപ്പിലും വെളുപ്പിലുമായിരുന്നു. ടെക്നികളർ എന്ന ടെക്നോളജി വന്നതോടെ സിനിമയ്ക്ക് നിറങ്ങൾ കിട്ടി.
സ്ക്രീനിൽ കണ്ടിരുന്ന ലോകവും പെട്ടെന്ന് വർണ്ണാഭമായപ്പോൾ അത് പ്രേക്ഷകർക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മൾ ശബ്ദത്തിന്റെയും നിറത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞു. ഇനി വരുന്നത് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ്: ഡിജിറ്റൽ വിപ്ലവം. ശബ്ദം വന്നതിനു ശേഷം സിനിമയെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു മാറ്റമുണ്ടായിട്ടില്ല. കമ്പ്യൂട്ടറുകൾ വന്നതോടെ സിനിമയുടെ തലവര തന്നെ മാറി. ഈ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് VFX, അതായത് വിഷ്വൽ എഫക്ട്സ്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, നമുക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് VFX എന്ന് പറയുന്നത്. വലിയൊരു നഗരം തകർന്നു വീഴുന്നത്, അല്ലെങ്കിൽ ദിനോസറുകൾ, അന്യഗ്രഹജീവികൾ, ഇതൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വിഷ്വൽ എഫക്ട്സിന്റെ മാജിക് കൊണ്ടാണ്. ഈ മാറ്റം എത്ര നല്ലതാണെന്നറിയണോ? പണ്ടത്തെ കാര്യം ആലോചിച്ചു നോക്കൂ. ഒരു യുദ്ധരംഗം ചിത്രീകരിക്കണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെയും വലിയ സെറ്റുകളുമൊക്കെ വേണമായിരുന്നു. എന്നാൽ ഇന്നോ ഒരു പച്ച സ്ക്രീനിന്റെ, അതായത് ഗ്രീൻ സ്ക്രീനിന് മുന്നിൽ നിന്ന് അഭിനയിച്ചാൽ മതി. ബാക്കി ഏത് ലോകവും ഏതു പശ്ചാത്തലവും കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിനിമയുണ്ടാക്കുന്നതിൽ മാത്രമല്ല, അത് തിയേറ്ററുകളിൽ എത്തിക്കുന്ന രീതിയിലും വലിയ മാറ്റം വന്നു. പണ്ടുകാലത്ത് സിനിമയെന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം നീളമുള്ള ഫിലിം റോളുകളായിരുന്നു. വലിയ ഭാരമുള്ള പെട്ടികളിലാക്കി അത് ഓരോ തിയേറ്ററിലും എത്തിക്കണം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സിനിമ ഒരു ചെറിയ ഹാർഡ് ഡിസ്കിലാക്കി അയക്കാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി നേരിട്ട് തിയേറ്ററിലേക്ക് അയച്ചു കൊടുക്കാം. എന്തെളുപ്പമായല്ലേ? ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് അറിയാവോ? ഇന്ന് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, 4K 8K റെസല്യൂഷനിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ ദൃശ്യങ്ങൾ, പിന്നെ ഡോൾബി അറ്റ്മോസ് പോലെയുള്ള സൗണ്ട് സിസ്റ്റം. ശബ്ദം നമ്മുടെ ചുറ്റിൽ നിന്നും വരുന്നത് പോലെ തോന്നും. ശരിക്കും ആ സിനിമയുടെ ലോകത്തെത്തിയൊരു ഫീൽ കിട്ടും. അപ്പോൾ നമ്മൾ സിനിമയുടെ ഇന്നലകൾ കണ്ടു, ഇന്നും കണ്ടു. ഇനി നമുക്ക് സിനിമയുടെ ഭാവിയിലേക്കൊന്നെത്തി നോക്കിയാലോ? സിനിമാ ലോകത്തെ അടുത്തതായി മാറ്റിമറിക്കാൻ പോകുന്ന ടെക്നോളജികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ AI. സങ്കീർണമായ ആക്ഷൻ സീനുകൾ ഉണ്ടാക്കാൻ മാത്രമല്ല AI ഉപയോഗിക്കുന്നത്. മരണപ്പെട്ടുപോയ നടന്മാരെ വീണ്ടും സ്ക്രീനിൽ ജീവനോടെ കൊണ്ടുവരാൻ വരെ ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ഡിജിറ്റൽ റെസറക്ഷൻ എന്നാണ് പറയുന്നത്. മറ്റൊരു കിടിലൻ ടെക്നോളജിയാണ് വെർച്വൽ പ്രൊഡക്ഷൻ. നിങ്ങൾ ദ മാൻഡലോറിയൻ എന്ന വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ? അതിൽ ഈ ടെക്നോളജി ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീനിന് പകരം ഭീമാകാരമായ LED സ്ക്രീനുകളിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന രീതിയാണിത്. ഇത് സിനിമ നിർമ്മാണത്തിന്റെ രീതി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഴൽ നാടകങ്ങളിൽ നിന്ന് തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ എത്തി നിൽക്കുന്ന സിനിമയുടെ ഈ യാത്ര നമ്മൾ കണ്ടു. ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നു പോയി. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല. എന്താണെന്നറിയാമോ? സിനിമയുടെ ആത്മാവ്. അത് നല്ലൊരു കഥ പറയുക എന്നതാണ്. ടെക്നോളജി എത്ര വളർന്നാലും ആത്യന്തികമായി ഒരു നല്ല കഥ പറയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സിനിമയുടെ അടുത്ത വിസ്മയം? ഒരുപക്ഷേ നമ്മൾ സിനിമയുടെ ഭാഗമാവുന്ന വെർച്വൽ റിയാലിറ്റി സിനിമകളായിരിക്കുമോ? അതോ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? എന്തായാലും കാത്തിരുന്ന് കാണാം. സിനിമയുടെ ഈ ചരിത്രയാത്ര നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി.